സ്വർണത്തിന്റെ വ്യാപാരത്തിലും ഉപഭോഗത്തിലും രാജ്യത്തെ ആകെ ബിസിനസിന്റെ 30% കേരളത്തിലായതിനാൽ കേരളത്തെ സുവർണ കേരളം എന്ന് വിശേഷിപ്പിക്കാമെന്ന് ടൂറിസം സാംസ്കാരിക വകുപ്പ് മന്ത്രി PC വിഷ്ണുനാഥ്. അങ്കമാലി അഡ്ലക്സ് കൺവെൻഷൻ സെന്ററിൽ നടക്കുന്ന കേരള ജ്വല്ലറി ഇന്റർനാഷണൽ ഫെയർ 2026ന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ 12,000-ലധികം സ്വർണ്ണ വ്യാപാരികളും നിർമ്മാണ മേഖലയിലെ 4,000-ഓളം പ്രമുഖരും പങ്കെടുക്കുന്ന മേളയിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നായി 300-ലധികം പ്രതിനിധികളും പങ്കെടുക്കുന്നുണ്ട്. സ്വർണത്തിന്റെ വ്യാപാരത്തിലും ഉപഭോഗത്തിലും രാജ്യത്തെ ആകെ ബിസിനസിന്റെ 30%-ലധികം കേരളം കൈകാര്യം ചെയ്യുന്ന സാഹചര്യത്തിൽ കേരളത്തെ സുവർണ കേരളം എന്ന് വിശേഷിപ്പിക്കാമെന്ന് ടൂറിസം സാംസ്കാരിക വകുപ്പ് മന്ത്രി PC വിഷ്ണുനാഥ് പറഞ്ഞു. അങ്കമാലിയിലെ അറ്റ്ലസ് കൺവെൻഷൻ സെന്ററിൽ കേരള ജ്വല്ലറി ഇന്റർനാഷണൽ ഫെയർ 2026 ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേരളത്തിലെ പ്രമുഖ ജ്വല്ലറി ബ്രാൻഡുകൾക്ക് ലോകത്തെ 15ഓളം രാജ്യങ്ങളിലായി 400-ലധികം ശാഖകളുണ്ടെന്നത് ആഗോള ജ്വല്ലറി രംഗത്ത് കേരളത്തിന്റെ ശക്തമായ സാന്നിധ്യത്തിന്റെ തെളിവാണെന്ന് അദ്ദേഹം പറഞ്ഞു. വ്യാപാരികൾ പതിറ്റാണ്ടുകളായി കാത്തുസൂക്ഷിക്കുന്ന വിശ്വാസ്യതയും ഗുണനിലവാരവും ഉപഭോക്തൃ സൗഹൃദ സമീപനവുമാണ് ഈ വളർച്ചയ്ക്ക് അടിത്തറയെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. വിപണി മൂല്യമുള്ള സ്വർണ്ണക്കട്ടികളേക്കാൾ വൈകാരിക മൂല്യമുള്ളതാണ് ആഭരണങ്ങളെന്ന് മന്ത്രി പറഞ്ഞു. ലോക പ്രശസ്ത ബ്രാൻഡുകൾ ഉൽപ്പന്നങ്ങൾക്കൊപ്പം അവരുടെ പൈതൃകവും വിപണനം ചെയ്യുന്നതുപോലെ കേരളത്തിന്റെ ക്ഷേത്രശില്പങ്ങൾ, കഥകളി, ചുണ്ടൻവള്ളം, പടയണി തുടങ്ങിയ സാംസ്കാരിക പൈതൃകങ്ങൾ ആഭരണ രൂപകൽപ്പനയിൽ ഉൾപ്പെടുത്തണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. ഇതിലൂടെ ടൂറിസത്തിനും ജ്വല്ലറി വ്യവസായത്തിനും ഒരുപോലെ നേട്ടമുണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ KGSMA സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രൻ അധ്യക്ഷനായിരുന്നു. സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് S അബ്ദുൽ നാസർ, നിയമസഭാംഗം PMA സമീർ, ജെം ആൻഡ് ജ്വല്ലറി എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിൽ എക്സിക്യൂട്ടീവ് ഡയറക്ടർ സബ്യസാജി റേ, വേൾഡ് ഗോൾഡ് കൗൺസിൽ ഇന്ത്യ റീജിയണൽ CEO സച്ചിൻ ജെയിൻ, ഇന്ത്യൻ അസോസിയേഷൻ ഫോർ ഗോൾഡ് എക്സലൻസ് ആൻഡ് സ്റ്റാൻഡേർഡ് CEO കൗശലേന്ദ്ര സിൻഹ, ജോസ് ആലുക്കാസ് മാനേജിംഗ് ഡയറക്ടർ വർഗീസ് ആലുക്ക, ഓൾ ഇന്ത്യ ജെം ആൻഡ് ജ്വല്ലറി ഡൊമസ്റ്റിക് കൗൺസിൽ മുൻ ചെയർമാൻ സ്മിയാം മെഹ്റ, തമിഴ്നാട് ജ്വല്ലേഴ്സ് ഫെഡറേഷൻ മുൻ പ്രസിഡന്റ് AS ശ്രീറാം, മധുര ജ്വല്ലേഴ്സ് ആൻഡ് ബുള്ളിയൻ മെർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ബാലസുബ്രഹ്മണ്യൻ, ട്രഷറർ CV കൃഷ്ണദാസ് തുടങ്ങിയവർ പങ്കെടുത്തു. കേരളത്തിലെ 12,000-ലധികം സ്വർണ്ണ വ്യാപാരികളും നിർമ്മാണ മേഖലയിലെ 4,000-ഓളം പ്രമുഖരും പങ്കെടുക്കുന്ന മേളയിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നായി 300-ലധികം പ്രതിനിധികളും പങ്കെടുക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, എറണാകുളം. റോയൽ കൊച്ചി 15 വർഷമായി പള്ളുരുത്തിയിൽ പ്രവർത്തനം ആരംഭിച്ചിട്ട് എല്ലാ സർവീസുകൾക്കും 30 ഡേയ്സ് സർവീസ് വാറന്റി. സർവീസ് അടുത്തിരുന്ന് കാണാം. പഴയ ഫോൺ എക്സ്ചേഞ്ച് ചെയ്ത് തവണ വ്യവസ്ഥയിൽ പുതിയ മൊബൈൽ ഫോൺ സ്വന്തമാക്കാം. ഡോർ ഡെലിവറി സംവിധാനമുണ്ട്. റോയൽ കൊച്ചി.